വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കരുത്താർജിച്ചു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അരൂരിൽ UDF പ്രചാരണം ശക്തം. തീരദേശ പദയാത്രയും ജലപ്രചാരണ ജാഥയും സംഘടിപ്പിച്ചു. അരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാന്റെ പ്രചരണാർത്ഥം മണ്ഡലത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തീരദേശ പദയാത്രയും UDYF ആഭിമുഖ്യത്തിൽ ജലപ്രചാരണ യാത്രയും നടന്നു. തീരദേശ പദയാത്ര മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നേരിടുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ UDF സർക്കാർ അധികാരത്തിൽ വരണമെന്ന് പദയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ പറഞ്ഞു. പള്ളിത്തോട് ചാപ്പക്കടവിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണം ലഭിച്ചു. അധ്യക്ഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ജസ്റ്റിൻ, പതാക കൈമാറ്റം, ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ, പ്രസംഗകർ KK സജീവൻ, പവനൻ, ജസ്റ്റിൻ, VA ഷെരീഫ്, മഞ്ജു, ടെനി, ടെൽമ തുടങ്ങിയവർ സംസാരിച്ചു. ജലപ്രചാരണ യാത്ര യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ട്രിഫിൻ മാത്യു നയിച്ച ജലപ്രചാരണ യാത്ര DCC ജനറൽ സെക്രട്ടറി K രാജീവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈകിട്ട് വല്ലേത്തോട് പാലത്തിന് സമീപം ജാഥ സമാപിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KV സോളമൻ, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീരാജ് VS, മണ്ഡലം പ്രസിഡന്റ് ലിജിൻ തോമസ്, KSU ജില്ലാ ഭാരവാഹി മുഹമ്മദ് സാബിത്ത് എന്നിവർ സംസാരിച്ചു. കൂടാതെ പള്ളിത്തോട് ചാപ്പക്കടവിൽ നടന്ന സ്ഥാനാർത്ഥി പര്യടന സമ്മേളനം കൊച്ചിൻ മേയർ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. LDFനെതിരെ വിമർശനം. ജപ്പാൻ ശുദ്ധജല പൈപ്പ് പൊട്ടിയതിനെതിരെ LDF സ്ഥാനാർത്ഥി ദലിമ ജോജോയുടെ നേതൃത്വത്തിൽ അരൂരിൽ നടന്ന സമരം ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് UDF മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. പൈപ്പ് പൊട്ടിയ വിഷയത്തിൽ MLA യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള LDFന്റെ വ്യാജ സമരം ജനങ്ങൾ തിരിച്ചറിയുമെന്നും UDF നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. PK ഫസലുദ്ദീൻ, ദിലീപ് കണ്ണാടൻ, അസീസ് പായിക്കാട്, CK രാജേന്ദ്രൻ, VK അംബർഷൻ, K ഉമേശൻ, K രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു.